ഹായ് ഗായ്സ്, അപ്പം ഞാൻ വീണ്ടും വന്നിട്ടുണ്ടേ. നമുക്ക് സിമ്പിളായിട്ട് മൂന്നൊരു സെൻറ്റൻസ് പഠിച്ചാലോ? അപ്പോൾ ഇത് നോമ്പ് മാസമാണല്ലേ, നമ്മളെ മിക്ക സുഹൃത്തുക്കൾക്കും ഇപ്പം നോമ്പായിരിക്കൂലേ. അപ്പോൾ അവർക്ക് പറയാൻ വേണ്ടി എളുപ്പത്തിലൊരു സെൻറ്റൻസ് പഠിച്ചാലോ? ഞാൻ നോമ്പ് മുറിക്കാനിരിക്കുകയായിരുന്നു എങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയണേ? ഐ വാസ് എബൌട്ട് ടു ബ്രേക്ക് മൈ ഫാസ്റ്റ്. എങ്ങനെയാണ് പറയണേ? ഐ വാസ് എബൌട്ട് ടു ബ്രേക്ക് മൈ ഫാസ്റ്റ് എന്ന് പറയാം അല്ലേ. ഞാൻ നിന്നെ വിളിക്കാനിരിക്കുകയായിരുന്നു, അല്ല ഞാൻ നിനക്ക് മെസ്സേജ് അയക്കാനിരിക്കുകയായിരുന്നു. നമ്മൾ തട്ടിപ്പ് പറയാറില്ലേ? നമ്മൾ മിക്കപ്പോഴും മറന്നു പോയിട്ട് നമ്മളിങ്ങനെ ഒരു കള്ളം പറയാറില്ലേ? അപ്പോൾ അതെങ്ങനെയാണ് പറയണേ? ഐ വാസ് എബൌട്ട് ടു കോൾ യു. എങ്ങനെയാണ് പറയണേ? ഐ വാസ് എബൌട്ട് ടു കോൾ യു എന്ന് പറയാം അല്ലേ. അതേപോലെ ഞാൻ ഉറങ്ങാനിരിക്കുകയായിരുന്നു, ആ സമയത്താണ് നീ വിളിച്ചതെന്നൊക്കെ നമ്മളെങ്ങനെയാണ് പറയുക? ഐ വാസ് എബൌട്ട് ടു സ്ലീപ്പ്, ദാറ്റ്സ് വെൻ യു കോൾഡ് മീ. എങ്ങനെയാ പറയാ? ഐ വാസ് എബൌട്ട് ടു സ്ലീപ്പ്. നമ്മൾ ഉറങ്ങാനിരിക്കുകയായിരുന്നു, മുറിക്കാനിരിക്കുകയായിരുന്നു, വിളിക്കാനിരിക്കുകയായിരുന്നു എന്നൊക്കെ പറയാൻ യൂസ് ചെയ്യുന്നതാണ് എബൌട്ട് ടു. സിമ്പിളല്ലേ? നമുക്ക് ഡെയിലി ഇങ്ങനെ കുറച്ചായിട്ട് ഇംഗ്ലീഷ് പഠിച്ചാലോ? നമുക്ക് ഒന്നിച്ച് പഠിക്കാം അല്ലേ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ.